Hello guys, welcome back to the video. So, in this video, 35,000 rupees in the 5 best smartphones. So, video like the tech video channel, subscribe to the side the bell icon press the video should like here. Upon go to the video. The smartphone is Samsung Galaxy S23 FE. So, this is a premium look at the smartphone and camera quality, additional performance of the smartphone. Now, we specifications display 6 inches full HD plus dynamic AMOLED display 120 Hz refresh rate ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ Exynos ന്റെ 2200 എന്ന് പറയുന്ന പ്രോസസർ ആണ് സോ അത്യാവശ്യം നോർമൽ പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ സ്മാർട്ട്ഫോണിൽ കിട്ടും പിന്നെ ഹെവി ഗെയിമിങ്ങിനൊക്കെ ആണെങ്കിൽ നോക്കണ്ട ഞാൻ മിക്ക വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് പ്ലസ് 12 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ് 10 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 8K വീഡിയോസ് 24 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും ഈ ഒരു സ്മാർട്ട്ഫോണിൽ കിട്ടും ഔട്ട് ഓഫ് ദി ബോക്സ് Android 13 ലാണ് വരുന്നത് 4500 mAh ബാറ്ററിയാണ് 25 വാട്ട്സിന്റെ ചാർജിംഗ് ആണ് പിന്നെ IP68 ലാണ് വരുന്നത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+128GB RAM വരുന്നത് 34,999 rupees-നാണ് വരുന്നത് സോ 35,000 rupees-ന് പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് സാംസങ്ങിന്റെ സ്മാർട്ട്ഫോൺ ആണ് ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട്ഫോൺ ആണ് നല്ലൊരു ക്യാമറ ക്വാളിറ്റി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട്ഫോൺ ആണ് സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട്ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടേതാണ് മോട്ടോ എഡ്ജ് 50 Pro സോ നിങ്ങൾ ഈ ഒരു 35,000 rupees-ൽ ഒരു കിടിലൻ പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്മാർട്ട്ഫോൺ പരിഗണിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.7 inches-ന്റെ 1.5K POLED കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത് സോ കർവ്ഡ് ഡിസ്പ്ലേ താല്പര്യമുള്ളവർക്ക് നോക്കാവുന്ന ഒരു സ്മാർട്ട്ഫോൺ ആണ് പിന്നെ 144 Hz-ന്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത് 2000 Hz-ന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ Snapdragon 7 Gen 3 ആണ് സോ അത്യാവശ്യം ഒരു കിടിലൻ പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട്ഫോണിൽ കിട്ടും പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് പ്ലസ് 13 മെഗാപിക്സൽ പ്ലസ് 10 മെഗാപിക്സൽ എന്നുള്ള രീതിയിലാണ് ബാക്കി അറേഞ്ച്മെന്റ്സ് 50 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ഒരു സ്മാർട്ട്ഫോണിൽ കിട്ടും ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും സോ വ്ളോഗിങ്ങിനൊക്കെ വേണമെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കാവുന്ന ഒരു സ്മാർട്ട്ഫോൺ ആണ് ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 4500 mAh-ന്റെ ബാറ്ററിയാണ് വരുന്നത് 125 വാട്ട്സിന്റെ ചാർജിംഗ് ആണ് 50 വാട്ട്സിന്റെ വയർലെസ് ചാർജിങ്ങും ഈ ഒരു സ്മാർട്ട്ഫോണിൽ കിട്ടുന്നുണ്ട് സോ വയർലെസ് ചാർജിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട്ഫോൺ പരിഗണിക്കാവുന്നതാണ് ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 ലാണ് വരുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ IP68 ലാണ് വരുന്നത് സോ കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ബൈ നമ്മുടെ ഡോൾബി അറ്റ്മോസ് UFS 2.2 ആണ് വരുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് പോരാ സോ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട്ഫോൺ ആണ് ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റിയും നല്ലൊരു പെർഫോമൻസ് ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട്ഫോൺ ആണ് ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും സോ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ സ്മാർട്ട്ഫോൺ 8+256GB RAM വരുന്നത് 27,999 rupees-നാണ് വരുന്നത് പിന്നെ 30,000 വരെ നല്ല ഗെയിമിംഗ് സ്മാർട്ട്ഫോൺ നോക്കുകയാണെങ്കിൽ നമ്മുടെ Realme GT60 നോക്കാവുന്ന ഒരു സ്മാർട്ട്ഫോൺ ആണ് അത്യാവശ്യം നല്ല പെർഫോമൻസ് നല്ലൊരു ക്യാമറ ക്വാളിറ്റി ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട്ഫോൺ ആണ് 120 Hz-ന്റെ AMOLED ഡിസ്പ്ലേ Snapdragon 7+ Gen 3 പ്രോസസർ 50 മെഗാപിക്സലിന്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറ പിന്നെ ഒരു 8 മെഗാപിക്സലിന്റെ ക്യാമറ 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും സോ അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റി വീഡിയോ ക്വാളിറ്റി ഒക്കെ ഒരു സ്മാർട്ട്ഫോണിൽ കിട്ടും പിന്നെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAh-ന്റെ ബാറ്ററിയാണ് വരുന്നത് 120 വാട്ട്സിന്റെ സൂപ്പർ ബുക്ക് ചാർജിംഗ് ആണ് സോ നോക്കിക്കഴിഞ്ഞാൽ ഗെയിമിങ്ങിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട്ഫോൺ പരിഗണിക്കാവുന്നതാണ് 30,000-ൽ മാത്രം 35-ലേക്ക് വരുമ്പോൾ നമ്മൾ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട്ഫോൺ ഉണ്ട് ഒരു ബെസ്റ്റ് ഗെയിമിംഗ് സ്മാർട്ട്ഫോൺ ആണ് ഇതിന്റെ 8+128GB RAM വേരിയന്റ് 30,999 rupees-നാണ് വരുന്നത് സോ 31,000 rupees-ന് നോക്കാവുന്ന ഒരു സ്മാർട്ട്ഫോൺ ആണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട്ഫോൺ എന്ന് പറയുന്നത് വിവോയുടേതാണ് വിവോ T3 Ultra നിങ്ങൾക്ക് അറിയാവുന്ന ഒരു സ്മാർട്ട്ഫോൺ ആയിരിക്കും അത്യാവശ്യം നല്ല പെർഫോമൻസിലൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട്ഫോൺ ആണ് നല്ലൊരു ക്യാമറ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട്ഫോൺ ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് പെട്ടെന്ന് നോക്കാം ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 inches-ന്റെ 1.5K 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത് സോ കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നോക്കാവുന്ന ഒരു ചോയ്സ് ആണ് ഇതും നമ്മുടെ മോട്ടോ എഡ്ജ് 50 Proയും അവിടെ 144 Hz ആണ് പക്ഷേ ഇവിടെ 120 Hz-ന്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത് പിന്നെ 4500 Hz-ന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ MediaTek-ന്റെ Dimensity 9200 ആണ് സോ അത്യാവശ്യം ഒരു നല്ല പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട്ഫോണിൽ കിട്ടും ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിന്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് സെൽഫി ക്യാമറയും 50 മെഗാപിക്സലിന്റെ ആണ് പിന്നെ ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും സോ വ്ളോഗിങ്ങിനൊക്കെ വേണമെങ്കിൽ ഈ ഒരു സ്മാർട്ട്ഫോൺ നോക്കാവുന്നതാണ് ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAh-ന്റെ ബാറ്ററിയാണ് വരുന്നത് 80 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഔട്ട് ഓഫ് ദി ബോക്സ് Android 14 ലാണ് വരുന്നത് ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ IP68 സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെയാണ് വരുന്നത് ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+128GB RAM വേരിയന്റ് 31,999 rupees-നാണ് വരുന്നത് സോ 32,000 rupees-ന് പരിഗണിക്കാവുന്ന ഒരു നല്ല ഓൾറൗണ്ടർ സ്മാർട്ട്ഫോൺ ആണ് അത്യാവശ്യം നല്ല പെർഫോമൻസ് നല്ലൊരു ക്യാമറ ക്വാളിറ്റി ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു ഫോൺ പരിഗണിക്കാവുന്നതാണ് പിന്നെ ബാങ്ക് ഓഫർ ഒക്കെ കൊടുത്തിട്ട് ഇതൊരു 28,500 rupees-നൊക്കെ കിട്ടുന്നതാണ് പിന്നെ നിങ്ങൾ ഈ കാണുന്ന സമയത്ത് ചിലപ്പോൾ അത് കിട്ടുമെന്നോ എനിക്ക് അറിഞ്ഞൂടാ പിന്നെ നിങ്ങളൊരു ബെസ്റ്റ് ക്യാമറ സ്മാർട്ട്ഫോൺ ആണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ വിവോയുടെ വിവോ V40 നോക്കാവുന്ന ഒരു സ്മാർട്ട്ഫോൺ ആണ് അത്യാവശ്യം ഒരു നല്ല ക്യാമറ സ്മാർട്ട്ഫോൺ
ആണ്. 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. Qualcomm Snapdragon 7 Gen 3 പ്രോസസ്സറാണ്. പിന്നെ 50 മെഗാ പിക്സലിന്റെ OIS സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 50 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡും 50 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. അതായത് ഈ ഒരു ഫോണിലെ എല്ലാ ക്യാമറയും 50 മെഗാ പിക്സലാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 256GB RAM വേരിയന്റ് 34,999 rupees-നാണ് വരുന്നത്. സോ 35,000 rupees-ന് ഒരു ബെസ്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നമ്മുടെ ഈ ഒരു വിവോയുടെ വിവോ V40. സോ നമ്മുടെ ലിസ്റ്റിലെ അടുത്ത സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് OnePlus-ൻ്റെതാണ്, OnePlus 12R. സോ ഒരു ബെസ്റ്റ് ഡിസൈനിലും നല്ലൊരു പെർഫോമൻസിലൊക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസിൽ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ ഒരു കിടിലൻ ക്യാമറ ക്വാളിറ്റിയും ഒക്കെ കിട്ടും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ 1.5K AMOLED കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. HDR10+ൻ്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 2 ആണ്. അതായത് നമ്മുടെ സാംസങ് ഗാലക്സി S23-ലൊക്കെ വെച്ചിരിക്കുന്ന പ്രോസസ്സർ. സോ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസസ്സറാണ്. ഒരു കിടിലൻ പെർഫോമൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ OIS-ഉം EIS-ഉം ഒക്കെ സപ്പോർട്ടുള്ള മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡും 2 മെഗാ പിക്സലിൻ്റെ മാക്രോയാണ് വരുന്നത്. 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. നല്ലൊരു ക്യാമറ ക്വാളിറ്റിയും കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. 100 വാട്ട്സിൻ്റെ സൂപ്പർ വോക്ക് ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 14-ലാണ് വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ബൈ നമ്മുടെ Dolby Atmos. പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ 8+ 128GB RAM വേരിയന്റ് 36,999 rupees-നാണ് വരുന്നത്. ചില സമയത്ത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് കൂടാറുമുണ്ട്, ചിലപ്പോൾ കുറയാറുമുണ്ട്. ഇപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് 36,999 ആണ്. ചിലപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സമയത്ത് 36,999 rupees-ന് ആയിരിക്കില്ല. ചിലപ്പം അതിന് മേളിലോട്ടൊക്കെ പോവാം. അപ്പം അതൊക്കെ നോക്കിയിട്ട് കുറയാണെങ്കിൽ വാങ്ങുക. സോ നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും, നമ്മുടെ iQ Neo 9 Pro. ഇറങ്ങിയിട്ട് കുറേ കാലമായി. എന്നാലും ഈ ഒരു 35,000 rupees-ൽ ഇപ്പോഴും പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസും ക്യാമറയും ഡിസ്പ്ലേയും ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ 1.5K QHD+ AMOLED 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. 120 ഹെർട്സ് അല്ല, 144 ഹെർട്സ്. പിന്നെ ഇവിടെ ഡ്യുവൽ ചിപ്സിലാണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 2-ഉം പിന്നെ നമ്മുടെ iQൻ്റെ Q1 സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് നമ്മുടെ ഒരു ചിപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ഡ്യുവൽ ചിപ്സിലാണ് വരുന്നത്. സോ ഒരു കിടിലൻ പെർഫോമൻസ് കിട്ടും. ഈ ഒരു സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 2 എന്ന് പറയുന്ന പ്രോസസ്സർ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ സാംസങ് ഗാലക്സി S23-ലിരിക്കുന്ന പ്രോസസ്സറാണ്. സോ അത്യാവശ്യം ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പ്ലസ് 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡും 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാക്സിമം 8K വീഡിയോസ് വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ക്യാമറ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5160 mAhന്റെ ബാറ്ററിയാണ് വരുന്നത്. 120 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദി ബോക്സ് Android 14-ലാണ് വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, LPDDR5X+ UFS 4.0 കിട്ടുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+ 128GB RAM വേരിയന്റ് 33,999 rupees-നാണ് വരുന്നത്. സോ 34,000 rupees-ന് പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസും നല്ലൊരു ക്യാമറ ക്വാളിറ്റിയൊക്കെ വെച്ച് വരുന്ന സ്മാർട്ട് ഫോണാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. സോ ഇതൊക്കെയാണ് 35,000 rupees-ന് താഴെ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സൈഡിൽ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക. അപ്പോൾ ഇതുപോലെ മറ്റു വീഡിയോകൾ കാണും വരെ ബൈ.